ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പശുക്കളിനെയൊക്കെ രാവിലെ കറന്നിട്ട് അഴിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞി പശു നിൽക്കുന്നത് വേണ്ട, എന്താ നമ്മുടെ അമ്മിണി പശുവിന് അവിടേക്ക് കെട്ടിയിടാൻ കൊണ്ടുപോകണം കേട്ടോ. ഇതായിൽ കെട്ട്, ഇത് ഈ ചെറിയ വേപ്പിൻ്റെ മരത്തിൽ കെട്ട്, അപ്പോൾ അതുവരെ മേയാലോ. തണുപ്പും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. വേണ്ടത് അവിടെ തിരി ഇങ്ങനെ മേയാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാക്കി വിടാം. കുഞ്ഞു പശു അവിടെ മേയുണ്ട്. കുഞ്ഞു പശുവിൻ്റെ കയറ് കുഞ്ഞതാണ്. ഇന്ന് പോയിട്ടൊരു പുതിയ കയറ് വാങ്ങിക്കണം. എന്നിട്ട് വേണം കുഞ്ഞു പശുവിനെ നേരെ കെട്ടിയിടാൻ. ഇവിടെ നമുക്ക് ഈ മരത്തിൽ കെട്ടിയിടാം. കാലിൻ്റെ ഇടയിലുള്ള വളമൊക്കെ അപ്പോൾ കളഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ പോത്തുകൂട്ടന്മാർ പോയിട്ടുണ്ട്. പോവാ, പോത്തപ്പന്മാർ പോയിട്ടുണ്ട്. എന്ത് പണി ഒപ്പിക്കുന്ന അറിയില്ല. അപ്പോൾ നമ്മുടെ പശുവിൻ്റെ കറവയൊക്കെ കഴിഞ്ഞ് അവളിനെ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ വീഡിയോ എടുക്കൽ അത്ര ഇതല്ല, കാരണം കറക്കണ ചെറിയ ഷോർട്ട് വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ഭാഗം ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം അപ്പു തവിട് കലക്കാനും പോത്തിനും പശുവിനൊക്കെ കലക്കാൻ പോവും. കുഞ്ഞു പശുവിനെ അഴിച്ച് കെട്ടണോ? അവളവിടെ നിന്നോട്ടെ. അപ്പം ഞങ്ങൾ പോത്തിൻ്റെ അടുത്ത് പോകണം കേട്ടോ. പോത്തപ്പന്മാർ ഇതാണ്ട് നിൽക്കുന്നത്. ബാ, വേണ്ട നമ്മുടെ പോത്തുകൾ വൈക്കോലിൽ നിന്നിട്ട് നിൽക്കണുണ്ട്. മിക്കൂസും അപ്പവും കൂടെ നോക്കും. മിക്കുന് ആടിനെ തല്ല. മിക്കോ അടി കിട്ടും, ഞാൻ ചെയ്യാൻ പാടില്ല വേണ്ടിട്ടുണ്ടാ. അപ്പോൾ പശുവിന് അവിടെ കൊണ്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓ, ബില്ലെടുത്ത് വെച്ച വെച്ചാണ്. പാലിൻ്റെ ബില്ലൊക്കെ നമ്മൾ എടുത്ത് വെച്ചു കേട്ടോ. മിക്കുവാ എടാ, വേണ്ടടാ, അതോ കുഞ്ഞാവ വീണു. മാറി നോക്കട്ടെ. പശുവിന് നമ്മളവിടെ കെട്ടിയിട്ടുണ്ട്. പോത്തുകൾ നോക്കിക്കോ, ഈ കുളത്തിൻ്റെ ഇവിടേക്ക് ഇറങ്ങി തോന്നുന്നു. ഈ കുളത്തിൽ ഇറങ്ങിയ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇറങ്ങി ഇതാ വരുന്നുണ്ട്, കാണിച്ചു ബാ വേടാ. പക്ഷെ ഇവിടെ നല്ല പുല്ലുണ്ട് കേട്ടോ, കട്ടിക്ക് തിന്നാൻ പറ്റിയിട്ടുള്ള. നോക്കണ്ടോ, നിറയ്ക്ക് പുല്ലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പാമ്പുകളുണ്ടാവും. രണ്ടാവന്മാർ തിന്നിട്ടേ വരുന്നുണ്ട. ബാ ബാ, പാപ്പുണ്ട് പറഞ്ഞ അവർ കേൾക്കണ്ടേ. അപ്പു ദേവാ ഇവിടെ എത്തി. ബാ ബാ എടാ ബാ. ഇതാണ് നമ്മുടെ പോത്തുകൾ ഇതിൽ ഇറങ്ങി. അപ്പു അതാ നിൽക്കുന്നുണ്ട്. ബാ ബാ കയറി ബാ. ആ പാമ്പുണ്ട് പറഞ്ഞ കേസ്. നമ്മുടെ പുറകിൽ ആശാന്മാർ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ്ട നമ്മുടെ പുറകിൽ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പോത്തുകളെ കൊണ്ടുള്ള പരിപാടി താഴത്തെ തോട്ടിക്ക് ഇറക്കാമെന്ന് വെച്ചിട്ടാണ് കൊണ്ടുവന്ന്. നമ്മളെപ്പോഴും അവിടെയാണല്ലോ ഇറക്കുക. ഇതിൽ കൂടെ ഇറങ്ങി വന്നു. പക്ഷെ നിറയെ പുല്ലുണ്ട് കേട്ടോ. നമ്മുടെ പശുക്കൾക്കാണ് പുല്ല് കിട്ടാത്തത്. കാരണം ഇപ്പോൾ പാടത്തതൊക്കെ ആയതുകൊണ്ട് ഇത് അവിടെയും കണ്ട ഇതാണ്ട, ഇതൊക്കെ ഇങ്ങനെ കട്ട പുല്ലാണ്. പക്ഷെ പുല്ലൊക്കെ കാണുമ്പോൾ അതിന് പശുവിനൊക്കെ കൊണ്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ ഫുള്ളും വെള്ളത്തിലാണ് നിൽക്കുന്നത്. അവർ കണ്ടത് അവിടെ നിന്നിട്ട് അവൻ എങ്ങനെയൊക്കെ മീൻ കണ്ട. അതാ രണ്ടാവന്മാർ പുറകിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ സൊസൈറ്റി കൊടുത്തിട്ട് വന്ന് പശുവിനെ കെട്ടിയിട്ട് ഇതാ നമ്മൾ പോത്തിനെയും വിട്ടതാണ്. അവന്മാർ തോട്ടിലിറക്കിയിട്ട് പൂ വന്നിട്ട് അതിൽ കൂടെ കയറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാരാണെങ്കിൽ ഇതിയാക്കി അതിയെ പോവും, അതിലാക്കി ഇതിയെ വരും. അതാണ് പോത്തുകളുടെ ഒരു കാര്യം കേട്ടോ. നമുക്ക് പോത്തുകളെ നോക്കൽ കുറച്ചിപ്പോൾ പശുക്കൾ വന്നതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട്. കാരണം രണ്ടും കൂടെ ഇത് എന്നാലും കുഴപ്പമില്ല. കണ്ട അതിയെ പോയി. ബാ ബാ വേടാ ബാ. ഇവർ വെള്ളത്തോടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. അതാണ് ഇവന്മാരെ കൊണ്ടുള്ളൊരു പ്രശ്നം. കയറുമില്ല. നമുക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. ഇനിയിപ്പോൾ അതിലേ പോവും. നമ്മുടെ പൂത്തുകൾ അങ്ങോട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി തോട്ടിൽ വെള്ളത്തിൽ കൊണ്ടിറങ്ങും. ഒരുത്തൻ ഓടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ പോത്തന്മാർ വെള്ളത്തിൽ ഇറങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിലിറക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകട്ടെ. അതൊക്കെ ചാടിച്ച് അയ്യോ ചാടി കുളിക്കണമെന്നു.
2-3 ദിവസമായി വെള്ളത്തീറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് അത് ചാടി പോകുന്നത്. അമ്മേ വെള്ളത്തേക്ക് പോകണ്ട, അവിടെ പാപ്പുണ്ട്. ഇളന്നൻ എന്താണ്ട് ഇളന്നൻ പണ്ടങ്ങിയാണ് തോന്നുന്നത്. ആൾക്കാർ കുടിച്ചതിൻ്റെയൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഫുൾ പനിയാണ്. കയറാൻ ആൾക്കാരെ കിട്ടണമെങ്കിൽ നിറയെ ഇളന്നൻ കിട്ടുന്നുണ്ട്. മിക്കും ഇങ്ങോട്ട് വാ. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ അതാ കയറി വരുന്നുള്ളൂ കേട്ടാ. നമ്മുടെ പോത്തപ്പന്മാർ കുളിച്ച് ഇതാ കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അപ്പവും മിക്കൂസും കൂടെ വരുന്നുണ്ട്. എന്താണ്ട് ഇവിടെ ഇളന്നൻ. ഞാനിവിടെ ഇരിക്കണം കേട്ടോ, എനിക്ക് വയ്യ, അത്ര നേരം വെയിൽ കൊണ്ടിട്ട്. പിന്നെ നമ്മുടെ പോത്തപ്പന്മാരെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് നമുക്കിനി പശുവിനെ കൊണ്ടുവന്ന് കഴുകാട്ടോ. നമ്മൾ പശുവിനെ കഴുകുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ പശുവിന് ഇനിയും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ പോത്തുകളെ കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. പോത്ത് വാങ്ങിക്കണോ പശു വാങ്ങിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിക്കൂസേ വാ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.